സാന്നിധ്യത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ, എങ്ങനെയാണ് ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം നർത്തകിയായും ബിസിനസ് ഓൺട്രപ്രണറായും അതിലേറെ അഭിനേത്രിയായുമൊക്കെ നമുക്ക് ഏവർക്കും സുപരിചിതയായ നമ്മുടെ പ്രിയപ്പെട്ട ദേവി അജിത്താണ് നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായിട്ടുള്ളത്. സാന്നിധ്യത്തിലേക്ക് സ്വാഗതം ദേവി. താങ്ക് യു ഫോർ ദ ഇൻട്രൊഡക്ഷൻ. വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ദേവിയുമായിട്ട്. ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദേവിയുടെ ആ ഒരു കൗമാരത്തിലെ ആ പ്രായം തൊട്ട് ഓരോ വളർച്ചയും താഴ്ചയും പിന്നെയുമുള്ള ഉയർത്തെഴുന്നപ്പോൾ ഒക്കെ എല്ലാം കണ്ടും അറിഞ്ഞ ഒരു വ്യക്തിയാണ് മായ. തീർച്ചയായും. അപ്പോൾ എൻ്റെ ഇന്റർവ്യൂസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മായ ചെയ്തൊരു ഇന്റർവ്യൂ ആണ്. വളരെ വളരെ സന്തോഷം. താങ്ക് യു. വളരെ ഓപ്പണായിട്ട് നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും. യെസ് ദേവി, കാരണം അത്രമാത്രം ദേവി അടുത്ത് അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോ അക്കാഡമിയിൽ വെച്ചിട്ടുള്ള പരിചയമാണ്. അന്ന് ദേവി കോളേജിൽ വരുന്നു, അതിനുശേഷം ഒരു ബ്രേക്ക് എടുക്കുന്നു. ഇതൊക്കെ ചിലപ്പോൾ പ്രേക്ഷകർക്ക് കേൾക്കുമ്പോൾ പുതുമയുള്ളതായിരിക്കാം. എന്നാലും ഒരു അഭിനേത്രിയായിട്ടുള്ള ദേവിയെ എല്ലാവർക്കും പരിചയമുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു നർത്തകിയായിട്ടുള്ള ദേവി, അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ ഡാൻസ് ഒരു പാഷൻ ആയിരുന്നല്ലോ. എൻ്റെ ഒരേ ഒരു പാഷൻ ആക്ച്വലി ഡാൻസ് ആയിരുന്നു എന്ന് പറയാം. കാര്യം വേറെ ഒന്നും, ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് വേറെ ഒന്നിനെ കുറിച്ചും ആലോചിക്കാനോ ഒന്നുമില്ല. ഡാൻസ് ക്ലാസ്സിൽ വിടും, ഒരു ഗുരുകുലം പോലെ ഒരു സ്ഥലത്ത് വിടും, ഡാൻസ് പഠിക്കും, അമ്പലങ്ങളിൽ അവതരിപ്പിക്കുക. അപ്പോഴും അതായത് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നിവാസികൾക്കെങ്കിലും വളരെയേറെ പരിചയമുള്ള രാമചന്ദ്രൻ സാറ്, മാസ്റ്റേഴ്സ് രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ അറിയാത്ത തിരുവനന്തപുരംകാരുണ്ടാവില്ല. കാര്യം അച്ഛൻ്റെ കൂടെ സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ചമ്മല. കാര്യം അച്ഛൻ ഇങ്ങനെ കാണിച്ചാ പോകുന്നു. അച്ഛന് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളായിരിക്കും. ഇപ്പം ഇല്ല, ജീവിച്ചിരിപ്പില്ല. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, അച്ഛന് ബുക്കിന് പേപ്പറോ ലൈസൻസോ ഇല്ലാതെ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് കൈ കാണിച്ചു പോകും. അപ്പം എനിക്ക് ഈ ഒച്ചനങ്ങും പോലെ പോകുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ബോറിങ്ങും ചമ്മലുമാണ്. പക്ഷേ ഇല്ലാതായപ്പോൾ ഏറ്റവും എൻ്റെ മിസ് ചെയ്യുന്നതല്ല, എനിക്ക് ലൈഫിൽ നിങ്ങളെല്ലാവരും വിചാരിക്കും എനിക്ക് ജീവിതത്തിൽ സപ്പോർട്ടൊന്നൊരു സാധനം കിട്ടിയിട്ടില്ല. പ്രേക്ഷകരിൽ നിന്ന് മാത്രമായിരിക്കും, അല്ലാതെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ. ഈ ഞാൻ ദേവി എന്നൊരു പ്രോഗ്രാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ സത്യസന്ധമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും FB യിലും ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടേ ഇല്ല. ഇപ്പോൾ ഒരു നല്ല സിനിമ അഭിനയിച്ചു അല്ലെങ്കിൽ നല്ലൊരു ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല വീട്ടിലാരും, അച്ഛനൊഴികെ. അച്ഛനാണ് എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകുന്നത് അല്ലേ? എല്ലാ ഒന്ന് പോകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഷൂട്ടിന് പോകുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കണ്ടിട്ട് നന്നായി ചെയ്തു, സീരിയലാണെങ്കിലും പറയുന്നത് അച്ഛനായിരുന്നു. ബാക്കി ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അമ്മ എന്ന് പറയുന്നത് നമ്മുടെ അത് വിട്ടുള്ള കളിയില്ല. പിന്നെ എൻ്റെ മോക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത വ്യക്തി. എൻ്റെ ബ്രദറും എല്ലാവരും എന്താ അത് കിട്ടിയിട്ടില്ല. എന്തോ ഒരു മറ്റേ ഇങ്ങനെ ഫാമിലി കംപ്ലീറ്റ്ലി നമ്മളെ അപ്രിസിയേഷൻ, നമുക്ക് സാധാരണ എല്ലാ ഗ്രോത്തിനും നമുക്കത് ആവശ്യമല്ലേ. നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽസിന്, കലോത്സവങ്ങൾക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്ന അച്ഛനമ്മമാർ അവർക്ക് ഇങ്ങനെയുള്ള ഒരു സിൽവർ സ്ക്രീനിലോ അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിലോ ഒക്കെ അവരെ എങ്ങനെയെങ്കിലും എത്തിക്കണം എന്നുള്ളൊരു താല്പര്യമുള്ളവരായിരിക്കും. പക്ഷേ ഇത് പ്യൂർലി പാഷൻ ആയിരുന്നു. നൃത്തം എൻ്റെ പാഷനായിരുന്നു, പക്ഷെ വീട്ടുകാർക്കും ഇഷ്ടമായിരുന്നു. അതിനപ്പുറം എൻ്റെ ലൈഫിൽ ഒന്നും ഞാൻ എയർ ഹോസ്റ്റസ് ആവണം എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അതൊന്നും ആലോചിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ വളർന്ന് അവിടെ നിന്ന് എല്ലാം ബ്രേക്ക് ചെയ്ത് ഒരു ഏർലി, ഞാൻ 18 വയസ്സ് കല്യാണം കഴിച്ചു. അതെ, എല്ലാവരും എന്താണ് പാറിപ്പറന്ന് തുമ്പിയെ പോലെ നടക്കുന്ന ആ കൗമാര പ്രായത്തിൽ അന്നും കുട്ടി മിടിയൊക്കെ ഇട്ട് എനിക്ക് അങ്ങനെയൊന്നും എത്ര ഓർത്തഡോക്സ് ആയിരുന്നെങ്കിലും ഇന്ന ഡ്രസ് ഇടാൻ പാടില്ല. കാര്യം ഞാൻ അന്നേ ജീൻസും ചെറിയ മിനി സ്കേർട്സും കാർ ഓടിച്ചിരുന്നു. 18 വയസ്സിലെ കാർ ഓടിക്കുന്നൊക്കെ നമ്മളൊക്കെ പറയുന്നത്. എനിക്കിപ്പോ കോളേജിലൊക്കെ മന്ദാകിനിയുടെ ഒരു ചായയുണ്ട്, നമ്മുടെ പഴയ അല്ലെ ബോളിവുഡ് സ്റ്റാർ മന്ദാകിനിയുടെ ചായ റിമാസെന്റെ എന്ന് പറയാറുണ്ട്. അതെ. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ പഴയ ഷീലാമ്മയുടെ ചായ ഉണ്ട്. പ്രായമായപ്പോഴത്തേക്കായിരിക്കും ആരുടെയെങ്കിലും ഒക്കെ നല്ലവരുടെ ചായ ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അന്ന് കോളേജിൽ വരുമ്പോഴും ആ ഡാൻസ്
ഡാൻസ് എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിനൊരു കറക്റ്റായിട്ട് പ്ലാറ്റ്ഫോം എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. ഞാൻ അമ്പലങ്ങളിലാണ് കൂടുതലും ഡാൻസ് ചെയ്തിട്ടുള്ളത്. മത്സരിച്ചിട്ടുണ്ട്, മത്സരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സ്റ്റേജ് ഷോ എന്ന് പറയുന്ന പല പല ബാക്കി ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് പോലെ ഞാനൊരു ഡാൻസർ ആണോ എന്ന് പലർക്കും അറിയില്ലായിരുന്നു. അതെ, പക്ഷെ അതിനൊരു സമയം കൊടുത്തില്ലല്ലോ. അതിന് മുൻപ് ഞാൻ വിവാഹിതയായി ഞാൻ കോമ്പയറിംഗിലേക്ക് കടന്നു. കറക്റ്റ്. എങ്ങനെയായിരുന്നു ഒരു ടെലിവിഷൻ ചാനലിലേക്ക് അവതാരകയായിട്ട്? അത് വളരെ അതൊന്നും പ്രതീക്ഷിക്കാതെ വെറുതെ ബോറടിച്ചപ്പോൾ ഏഷ്യനെറ്റില് നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. നന്നായിട്ട് പഠിക്കുമായിരുന്നു കേട്ടോ, വളരെ മിടിക്കുമായിരുന്നു ഞാൻ. അതെല്ലാം പോയി, ഇപ്പൊ ഒന്നും ഓർമ്മയില്ല പഠിച്ചതൊന്നും. അപ്പം ഞാൻ വിചാരിതമായിട്ട് ഞാൻ പാട്ട് വെട്ടി പഴയ അതിന് കമ്പയർ ചെയ്യാൻ വെറുതെ പോയി തപ്പിപ്പിടിച്ച് മൊത്തം കുളമായി. പാടുവോ? അയ്യോ, പാടുപെടും. അപ്പം ഞാൻ അതെങ്ങനെയോ കിട്ടി. കാര്യം അവർക്ക് ആരും ഇല്ലായിരുന്നു ആ സമയത്ത്, ആരെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ എന്നെ സഹിച്ചു അവര്. പക്ഷെ പിന്നെ ഞാനൊന്ന് കോമ്പയറിംഗില് ക്യാമറ ഫേസ് ചെയ്യാൻ എനിക്ക് അന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. എനിക്ക് കാണാതെ പഠിച്ച് പറയാനുള്ള അന്ന് അങ്ങനെയാണല്ലോ, വലിയ സ്ക്രിപ്റ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ തപ്പിപ്പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതാ ആ ഏഷ്യനെറ്റിലെ പാട്ടുപെട്ടി തന്നെയാണ് എന്നെ ദേവി അജിത്ത് എന്നൊരു ഒരു കലാകാരി മീഡിയ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. അതിന് ഏറ്റവും നന്ദി പറയേണ്ടത്, എന്ന് ഞാൻ നന്ദി പറയുന്ന ഒരാളോടാണ്, ജയൻ ചെറുകുന്നം, പ്രൊഡ്യൂസർ. അതെ, എപ്പോഴും ആ ഒരു ഇതുണ്ടാവും. എപ്പോഴും ഞാൻ ആ പേര് പറയും. കാര്യം അദ്ദേഹത്തിന് അന്ന് വേണ്ടെന്ന് വെക്കാമായിരുന്നു എന്നെ, ഈ മലയാളം വെച്ചില്ല, മലയാളം വെച്ചിട്ട്. പക്ഷെ അദ്ദേഹം എന്നെ ശരിയാക്കി എടുക്കുകയായിരുന്നു, മെച്ചപ്പെട്ടു. അപ്പൊ അതിന് പുള്ളിക്കാരനോട് തന്നെയാണ്, പിന്നെ ഈശ്വരനോട് ഇങ്ങനെയൊക്കെ ആക്കി ഒരുപാട് വീഴ്ചകളിൽ നിന്നും കൈപിടിച്ച് ഉയർത്തിയതിന്. പക്ഷേ ഇപ്പോൾ കണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു സംശയം, പലർക്കും അറിയുന്നത് തന്നെയാണ്, പല വേളകളിൽ നമ്മളിത് സംസാരിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ചോദിക്കുകയായിരുന്നു, ഈ 18 വയസ്സിലുള്ള കല്യാണം. എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും രാമേന്ദ്രൻ സാറും ലളിതാമ്മ ടീച്ചറും 18 വയസ്സിൽ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള സ്വന്തം തീരുമാനമായിരുന്നു. അതിനോട് വീട്ടുകാർ യോജിക്കുകയായിരുന്നു. ഉറപ്പായിട്ട്. കാര്യം അവരെല്ലാം എന്നെ IAS ഓഫീസറായിട്ടോ അങ്ങനെ വലിയൊരു പൊസിഷനിൽ ഒരു എഞ്ചിനീയർ ആയിട്ടോ അങ്ങനെയല്ല. പക്ഷെ ഞാൻ പറയില്ല, ആ ഒരു 18 വയസ്സിനുള്ളൊരു വളരെ ഒരു നമ്മൾ അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. അതിൽ നിന്ന് മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു അജിത്തിനെ. ഒരു ഭയങ്കര പ്രേമം. തിരുവനന്തപുരംകാരൻ തന്നെയായിരുന്നു, തിയേറ്റർ ഉടമയായിരുന്നു. വളരെ നല്ലൊരു സോഫ്റ്റ് സ്പോക്കൺ. ഞങ്ങള് കല്യാണത്തിന് മുമ്പേ അടുത്തിന് സംസാരിച്ചിട്ട് പോലും ഇല്ല, പക്ഷെ ഇഷ്ടമായിരുന്നു. അജയ് കാണാൻ വേണ്ടി സിനിമയ്ക്ക് പോകും, അത്രേ ഉള്ളൂ. അജയും സംസാരിക്കില്ല അധികം, വീട്ടിലും അങ്ങനത്തെ പോകാൻ വിഷയമൊന്നുമില്ല. വീട്ടിൽ അവതരിപ്പിച്ച് സമ്മതിച്ചില്ല ആദ്യം. പക്ഷെ ഞാൻ നിർബന്ധ ബുദ്ധി കാണിച്ചു. അത് ഇതെല്ലാം തലയിലെടുത്താണല്ലോ നമുക്ക്. കല്യാണം, ഈ ജനനം, മരണം, കല്യാണം, ഇങ്ങനത്തെ എല്ലാം പ്രോഗ്രാംഡ് ആണ്. സോ ഇറ്റ് ഹാപ്പൻ. അത് നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. അതിൽ നല്ലത് സംഭവിച്ചത് എൻ്റെ മോളുണ്ടായി എന്നുള്ളതാണ്. തീർച്ചയായും. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സിനിമ മേഖലയിലേക്ക് വരാൻ തന്നെ കാരണം അജിത്ത് തന്നെയായിരുന്നല്ലോ, സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ. ആക്ച്വലി അങ്ങനെയല്ല. അജിത്ത് കാരണം അജിയും നഷ്ടപ്പെട്ടു, എൻ്റെ ഒരുപാട് സ്വത്ത് പലതും നഷ്ടപ്പെട്ടു, അജിയും പോയി. അതുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ഞാനൊരു പ്രൊഡ്യൂസറാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അതുകൊണ്ട് നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അജി അല്ല എന്നെ ആക്ച്വലി കൊണ്ടുവന്നത്. ഞാൻ അജിക്ക് താല്പര്യം ശരിക്കും സിനിമ പ്രൊഡക്ഷൻ താല്പര്യം, ഞാൻ അഭിനയിക്കണമെന്ന് താല്പര്യമില്ല. ഈ പ്രൊഡക്ഷൻ സമയത്ത് എന്തൊക്കെയാണ് പഠിച്ചത്? എങ്ങനെയാണ് ആ സിനിമാ മേഖലയുമായിട്ട് ആദ്യമായിട്ടാണല്ലോ ഇടപഴകുന്നത്? ഞാൻ പഠിച്ചത് ഒന്ന് മാത്രമേ ഉള്ളൂ, വൈകിട്ടാകുമ്പോൾ ഒരു മാല കൊണ്ടുപോയി വിൽക്കണം, അന്നത്തെ സെറ്റിൽ ചെയ്യണം. അത്രയ്ക്കും അല്ലേ, ഓരോ ദിവസത്തെയും ചിലവ്. അത് കാര്യം അജി ഒന്നുമില്ലാതെ സ്ക്രാച്ചിൽ നിന്നൊരു സിനിമ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. പിന്നെ ഞങ്ങളുടേതായ പല കുഴപ്പങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഈ തട്ടിപ്പും വെട്ടിപ്പും എങ്ങനെ നമ്മൾ ഒന്നും അറിയില്ല. അജിത്തും പാവമായിരുന്നു, എനിക്കിതിന് തീരെ അറിയില്ല, അതിനുള്ള പക്വതയൊന്നുമില്ല. മോളൊക്കെ ജനിച്ചു, മോളും ഉണ്ടായിരുന്നു, ഞാൻ പഠിത്തം, കട, അപ്പോഴത്തേക്ക് കടയും തുടങ്ങിയിരുന്നു. അതിലേക്കൊക്കെ നമുക്ക് വിശദമായിട്ട് വരേണ്ടതുണ്ട്. അപ്പം എനിക്കറിയാവുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മ വിളിച്ച് പറയാം, ലോക്കറിൽ നിന്ന് ആ മാല എടുക്കൂ, കൊണ്ടുപോയി വിറ്റിട്ട് ലൊക്കേഷനിലേക്ക് കൊണ്ടുവരൂ.
ഇങ്ങനെ ഇങ്ങനെ പോയി. പക്ഷെ അവസാനം ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നഷ്ടപ്പെട്ടെങ്കിലും സിനിമ ഇറങ്ങുമല്ലോ, എല്ലാവരും കണ്ടപ്പോൾ നല്ല സിനിമയാന്ന് തോന്നി. പ്രീമിയർ ഷോ ജയറാം ആയിരുന്നു. വളരെ നല്ല സിനിമയായിരുന്നു. പക്ഷേ സംഭവിച്ചത് അതെ, കാർ മൂവി ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ദുരന്തത്തിലേക്ക് തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അജിയുടെ ആ ഒരു മരണവും, അജിയുടെ മരണമെന്നും അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓർക്കാനോ പറ്റാത്ത. ഞാൻ ഡെഡ് ബോഡി കണ്ടിട്ടില്ല. ഞാൻ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ എത്തുമ്പോഴത്തേക്കാണ് മദ്രാസിൽ വെച്ചറിഞ്ഞത് ഒരാൾ മരിച്ചു എന്നാ. 3 പേരുണ്ടായിരുന്നു കാറിൽ. ഈ കാർ സിനിമയിലുള്ള അതേ വണ്ടിയിൽ കാർ തന്നെയാണ്. അപ്പം നമ്മുടെ മനസ്സിൽ എന്താണ്, ഒരാൾ മരിച്ചു, എല്ലാവരുമായിട്ട് ഇത്രയും ദിവസത്തെ പരിചയമുണ്ട്, അപ്പൊ ആരാണെങ്കിലും വിഷമമായിരുന്നു. പക്ഷേ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി വട്ടിയൂർക്കാവ് എത്തിയപ്പോൾ നിറയെ പൂവും അജിയുടെ ഫോട്ടോയും കണ്ട് അപ്പം ഞാൻ ബോധം പോയത്. എനിക്ക് അതുവരെ ഉള്ള ഓർമ്മയേ ഉള്ളൂ. പിന്നെ ഞാൻ 3 മാസം കഴിഞ്ഞ് ഞാൻ എഴുന്നേക്കുന്നത്. അപ്പം ഞാൻ ഇറങ്ങി ഓടുമായിരുന്നു എന്നും ഉണർന്നാൽ ഉടനെ അപ്പം എന്നും ഇഞ്ചക്ഷൻ തരുമായിരുന്നെന്നും എല്ലാം ഞാൻ ഓർമ്മ വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഇതൊക്കെ ഒരു നിസ്സാര കാര്യമല്ല. അപ്പോഴത്തേക്ക് ഞാൻ ഒരു ഹിസ്റ്റീരിക് ലെവലിലായിരുന്നു. വീട്ടിൽ തിരിച്ചു പോയപ്പോഴും എല്ലാം എറിഞ്ഞ് പൊട്ടിക്കുക, ഇടയ്ക്ക് ഇങ്ങനെ എന്നും കരയുക. പിന്നെ എങ്ങനെയൊക്കെയോ ഈ മരുന്ന് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. വീട്ടുകാരും അതിനെക്കുറിച്ച് കൂടുതൽ ഈ വട്ടാണെന്നൊക്കെ പറയാനേ, കാര്യം നമ്മുടെ ആ പിരി വിട്ടുപോയ എനിക്ക് വട്ടാണെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ പോലും ആരും മുതിരാത്തത് എനിക്ക് തോന്നുന്നു. അവർക്കൊക്കെ ഒരു നാണക്കേടുണ്ടായിരിക്കും. അങ്ങനെ ഒരു സ്റ്റിഗ്മ നമ്മുടെ ഇടയിലുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ. പ്രത്യേകിച്ച് പണ്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ മോശമല്ലേ എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അത് പാടില്ല എന്നാണ് ഞാൻ എല്ലാവരോടും ഈ വീഡിയോസിലും ഞാൻ പറയുന്നത്. കാര്യം നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ സംസാരിക്കാൻ ഒരാൾ വേണം. എനിക്ക് ആരും ഇല്ലായിരുന്നു. എനിക്ക് ഇത്രയും ഇൻഡസ്ട്രിയിൽ ഞാൻ പാറിപ്പറന്ന് നടന്നു എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ എന്തുകൊണ്ടാണ് ഞാൻ ഈ മരുന്ന് കഴിക്കുന്നത് എന്തിനാണെന്നോ, ഞാൻ കഴിക്കുമ്പം കണ്ടുകൊണ്ടിരുന്നാൽ പോലും എന്തിനാണെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ ആൽക്കഹോൾ കഴിക്കുമ്പം എന്തുകൊണ്ടത് കഴിക്കുന്നുവെന്നോ ഒന്നും ചോദിക്കാനോ വീട്ടുകാർ പറയുന്നത് എന്നെ പേടിയായിരുന്നു എന്നാ. ഓ, എന്തെങ്കിലും അല്ല, ഞാൻ എന്നെ പേടിയായിരുന്നു. അതൊരു റീസണേ ആയിട്ട് ഞാൻ കാണുന്നില്ല. കാര്യം കഴിഞ്ഞ വർഷം അടുത്ത സൗഹൃദങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇല്ല, സിനിമ മേഖലയിൽ നിന്നല്ല, ഇതര മേഖലകളിൽ. എനിക്ക് എന്തോ ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്ന് തന്നെ പറയാം. അത് എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും. കാര്യം എനിക്ക് ഈ മരുന്നിൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രശ്നം കാരണം ഞാൻ ഇതൊക്കെ കൂടുമ്പോൾ ഈ രാത്രി കരഞ്ഞൊക്കെ സംസാരിക്കും. അപ്പം ആർക്കും അതൊന്നും താല്പര്യമില്ല. ഡിപ്രഷൻ കേൾക്കാനൊന്നും താല്പര്യമില്ല ഇപ്പോഴും അപ്പോഴും. അപ്പോൾ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് മൈ പ്രോബ്ലംസ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇല്ലായിരുന്നത് കൊണ്ട് അവരുടെ കുഴപ്പമാണോ ഒന്നുമല്ല. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ കഴിഞ്ഞ വർഷമാണ് ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷം അവസാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വെല്ലൂരിൽ 1.5 മാസം ട്രീറ്റ്മെൻറ്റിന് അവിടെ നിന്നു. സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ്മെന്റിലേക്കൊക്കെ പോകാനായിട്ട് സീഷർ വന്നു എനിക്ക് 2 പ്രാവശ്യം. സീഷർ വന്നു, നെർവ് അറ്റാക്ക് വന്നു, ഒരു റീസണും ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോധം കെട്ടു വീണു. അപ്പോൾ ഡോക്ടേഴ്സ് അനലൈസ് ചെയ്ത് പറയുന്നത് ഇതൊരു റീസൺ ഇല്ല, ഇന്ന് റീസൺ ഇല്ല അവർക്ക് പറയാൻ. അത് കുട്ടികൾക്ക് വരും, ജനിച്ച കുട്ടികൾക്ക് വരും, എപ്പിലെപ്സി പോലെയാണ്. പക്ഷെ എൻ്റെ കാര്യത്തിൽ 2 പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു 3ാമത്തെ പ്രാവശ്യം വന്നാൽ മരണമാണെങ്കിൽ നമുക്ക് സുഖമാണ്, പക്ഷെ കിടന്നു പോയാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയി. അവിടെ വെച്ചാണ് ഈ കഴിച്ച മരുന്നുകൾ എന്തായിരുന്നെന്നും അവരതിനെക്കുറിച്ച് ഇത്രയും നല്ല ഒരു ഡോക്ടേഴ്സ് തുടക്ക നാളുകളിൽ കഴിച്ച മരുന്ന് തുടക്ക നാളുകളിൽ കഴിച്ച മരുന്ന് ഓർമ്മയില്ല. അത് അത്രയ്ക്ക് ഹെവി ഡോസായിരുന്നു. പിന്നെ പരിചയമുള്ള ഡോക്ടർ സ്ഥിരം എപ്പോൾ ചോദിച്ചാലും തരും. അപ്പോൾ ഇതിനെ മുറിച്ച് ഇങ്ങനെ എന്താ പറയുക, മുട്ടായി കഴിക്കില്ലേ? അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. കാര്യം സിനിമാ മേഖലയിൽ സജീവമായി നിന്നിരുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോഴും ഇതിൻ്റെ ഒരു മരുന്ന് സിനിമാ മേഖലയിൽ എന്ത് വർക്കാണെങ്കിലും, ഞാൻ ചെയ്ത എന്ത് വർക്കിലാണെങ്കിലും ഞാൻ അതിനെ ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല. അതിലെ വർക്കിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. ബിക്കോസ് ഞാൻ പറയുന്ന സമയത്ത് മുമ്പേ എത്തും. ഞാൻ ഷൂട്ടിന് ഒരിക്കലും കോപ്പറേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഞാൻ മരുന്ന് കഴിച്ചോ കള്ളു കുടിച്ചോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ ഇത് വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഏകാന്തത, അങ്ങനെ ഒരു ലൈഫായിരുന്നു. ഏകാന്തത തന്നെയായിരുന്നു. അത് ഇപ്പോഴും ആ ലോൺലിനെസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാര്യം എന്നെ മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്, എനിക്കേ മനസ്സിലാവുന്നില്ല. അല്ല, എനിക്ക് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ചിലപ്പോൾ സംശയം തോന്നാൻ, ദേവി ഈ അജിത്തിന്റെ ആ ഒരു വിയോഗമാണോ ഇത്രയും ഒരു ഡിപ്രഷനിലേക്ക് ചോദിച്ചാൽ ഡോക്ടറോട് ചോദിച്ചു. എനിക്ക് ഞാൻ ഭയങ്കര കൃഷ്ണഭക്തയാണ്. അപ്പം ഞാൻ കൃഷ്ണനെ കണ്ടതുപോലെയാണ് ഞാൻ വെല്ലൂരിലെ ഡോക്ടേഴ്സ്. എനിക്ക് വലിയൊരു അതിശയമായിരുന്നു. കാര്യം 6 മണിക്കൂറൊക്കെ നമ്മളോട് സംസാരിക്കും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. സംസാരിക്കും, അവർ കേട്ടിരിക്കും നമ്മളെ. ഇങ്ങനെ ഒരാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ കേട്ടിരിക്കുന്നത്. അത് പാനൽ ഓഫ് ഡോക്ടേഴ്സ്, 11 ഡോക്ടേഴ്സാണ്.
എല്ലാം അവരോട് സംസാരിച്ചു. എല്ലാം A to Z സംസാരിച്ചു. എൻ്റെ ഫിസിക്കൽ അനുഭവങ്ങൾ ഉൾപ്പെടെ സെക്ഷുവൽ ഉൾപ്പെടെ അവരെല്ലാം ചോദിക്കും നമ്മളോട്, നമുക്ക് എന്തുകൊണ്ട്. അപ്പോൾ പറഞ്ഞു ഇത് ബേസിക്കലി ഇത് ജനറ്റിക് ആണ്. ഒരു അമ്മ ഡിപ്രഷൻ ടാബ്ലറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ അമ്മൂമ്മയ്ക്കും ഉണ്ടായിരുന്നിരിക്കും. അന്ന് നമുക്ക് ഈ ആങ്സൈറ്റി ഡിപ്രഷൻ മരുന്നൊന്നുമില്ല. അപ്പം ബേസിക്കലി ഇതൊരു ജനറ്റിക് സംഭവമായിട്ട് തോന്നുന്നു. കാര്യം എൻ്റെ മൂക്കും എൻ്റെ ചേട്ടനൊക്കെ ചെറിയ ആങ്സൈറ്റി ഉണ്ട്. ആങ്സൈറ്റി ജനറലി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതൊരു ജനറ്റിക് സംഭവം. പിന്നെ മെയിൻ സംഭവം അജീര ആ ഒരു ഷോക്കിൽ വന്നതും പിന്നെ ഈ മരുന്ന് 27 വർഷം കാലയളവല്ല, എൻ്റെ 27 വർഷം ശരിക്കും അത് തന്നെ നമ്മുടെ നാഡീ ഞരമ്പുകളെയൊക്കെ തളർത്തില്ലേ. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഒന്നും ഡാമേജ്ഡ് അല്ല. മീൻസ് ടച്ച് വുഡ്. അല്ലൊരു ആരൊക്കെ എൻ്റെ അടുത്ത ആൾക്കാർ തന്നെ പറഞ്ഞത് ഇതൊന്നും അടിച്ചു പോയില്ലല്ലോ. അതെ, ഒന്നും ചെയ്യാത്തവർക്ക് പെട്ടെന്ന് ഇത്രയും വർഷം അത് തന്നെ വലിയ കാര്യമാണ്. അതിനെക്കാട്ടിലും വലിയ കാര്യമാണ് ഇത് സമൂഹത്തോട് തുറന്നു പറയാൻ കാണിക്കുന്ന ഒരു ചങ്കൂറ്റം. അത് തുറന്നു പറയുന്നത് ഈ ഇങ്ങനെ മരുന്നുകളിലൊക്കെ എല്ലാവരും പറയും, പക്ഷെ അതിലൂടെ അഡിക്റ്റഡ് ആയി പോയ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. നമ്മൾ പറയുന്നത് നമ്മൾ കഞ്ചാവിനെ കുറിച്ചോ അല്ലെങ്കിൽ കള്ളിനെ കുറിച്ചോ എന്ത് കാപ്പിയോ ചായയോ എന്താണെങ്കിലും അഡിക്ഷൻ, എന്തും. ആ സമയത്ത് ചായ കിട്ടിയില്ലെങ്കിൽ എനിക്കറിയാം ചിലരൊക്കെ ആകെ എല്ലാം അഡിക്ഷനാണ്. എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ടാവും. തീർച്ചയായും. സോ ബെറ്റർ വി ടോക്ക് ടു സമ്മൺ. അത് കേൾക്കാനും കേട്ടിരിക്കാനുമാണ് നമുക്ക്. ഞാൻ നല്ലൊരു കേൾവിക്കാരിയാണ്. ഞാനിപ്പം നന്ന എത്ര സമയം എടുത്തും എനിക്ക് തിരക്കാണെന്ന് എനിക്ക് തോന്നാറേ ഇല്ല. ആൾക്കാർ ഈ തിരക്കാണെന്ന് പറയും. എന്ത് തിരക്ക്? നമുക്കൊരു അരമണിക്കൂർ ഒരാളെ കേട്ടിരിക്കാൻ പറ്റില്ലേ? സത്യം. അതെ, അത് ഒന്ന് കേട്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് ആശ്വാസമാണ് ഒരു കുട്ടിക്കൊക്കെ കിട്ടുന്നത്, ഒരു യങ്സ്റ്റേഴ്സിന് കിട്ടുന്നത് ഭയങ്കര ആശ്വാസമാണ്. അങ്ങനെ ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ മരുന്നിലേക്ക് പോവില്ല. അതെ, കേട്ടിരിക്കാനും. പിന്നെ പലതിലേക്കും പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസം വരുമ്പോൾ കേട്ടിരുന്നാൽ ചിലപ്പോൾ പലതും മാറിപ്പോവും. ഇപ്പൊ സൂയിസൈഡ് ചെയ്യാൻ ഒരു സെക്കൻഡ് മതി. അത് അപ്പോഴത്തേക്കും ആരെങ്കിലും കേട്ടാൽ ചിലപ്പോൾ ആ ഡൈവേർട്ടായി അതങ്ങ് മാറും. പക്ഷേ ദേവി അങ്ങനെ ഒരു പണിയും ചെയ്യാതെ വീട്ടിലൊതുങ്ങുന്ന ഒരു കുട്ടി ആയിരുന്നില്ലല്ലോ. അങ്ങനെയായിരുന്നു. സ്കാർലറ്റ് ഉണ്ടായിരുന്നു, സിനിമാ മേഖലയിലേക്ക് അഭിനയത്തിലേക്ക് വരുന്നു. ആദ്യത്തെ അഭിനയ എന്ന് പറയുന്നത് തന്നെ മഴയിലായിരുന്നു ആദ്യം അഭിനയിച്ചത്. ശ്യാമപ്രസാദ് സാറാണ് എന്നെ അഭിനയിക്കാൻ കൊണ്ടുവരുന്നത് മണൽ നഗരം സീരിയലിൽ. അതെ, ഇത്രയും പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള പിന്നെ ടി കെ രാജീവ് കുമാർ സാർ, ലെനിൻ രാജേന്ദ്രൻ സാർ. അതെ, എനിക്ക് അഭിനയിച്ചിട്ടുള്ളത് എല്ലാവരും ലെജൻസിന്റെ കൂടെ തന്നെയാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. രണ്ടാം വരവും അങ്ങനെ തന്നെയായിരുന്നു. വിക്കിപീരിയുടെ ട്രിവാൻഡ്രം ലോഡ്ജ്, അപ്പൊ എല്ലാം അങ്ങനെ ആയിരുന്നു. പക്ഷെ ഞാൻ താളം തെറ്റിയ ഒരു ജീവിതമായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നി. കാര്യം വീട്ടിലാണെങ്കിലും മരുന്ന് ഈ ഒന്നുമില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ വളരെയായിട്ട് കോൺസെൻട്രേറ്റ്. ഞാൻ തുണിയിൽ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഐ ഡു ഇറ്റ് പെർഫെക്റ്റ്ലി. അഭിനയിക്കുന്ന കാര്യത്തിൽ അത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കും. അതല്ലാത്ത സമയങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാനൊരു 6 വർഷത്തോളം സിനിമ ഇൻഡസ്ട്രി വിട്ടു നിന്നു. പിന്നീടാണല്ലോ അപ്പോഴത്തേക്ക് ആ സമയം നിൽക്കാനുണ്ടായ സാഹചര്യം ഐ ഡിഡ്ന്റ് ഗെറ്റ് മച്ച് ഇമ്പോർട്ടൻസ്. ഞാൻ ഇത്രയും ചെയ്തെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഴിവുള്ള നടിയാണ്. കിട്ടുന്ന ഭാഗം അല്ലല്ല, പ്രേക്ഷക എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നതാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ ചെറിയ ഭാഗങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളതെങ്കിൽ പോലും, കാര്യം ഒരു ഹോൾ ലെങ്ത് മൂവി ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹമുള്ള വ്യക്തി കൂടിയാണ്, അത് കിട്ടട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു സമയം വളരെ മനോഹരമായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന. അവിടെ എല്ലാം പ്രശ്നം നമ്മുടെ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എനിക്ക് കോപ്പ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ഇപ്പോഴും അതീവ പാഷനുള്ളൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ ചിലത് നമുക്ക് പറ്റില്ല. നമുക്ക് വളരെ കഷ്ടപ്പെട്ട് അഭിനയിച്ചാലും നമുക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടില്ലെന്നറിയുമ്പോൾ വൈ ഷുഡ് ഐ? അതെന്തുകൊണ്ടാവും അങ്ങനെ വരുന്നത്? കാര്യം കഴിവുള്ളവരെ ഇങ്ങനെ പിന്തള്ളി പിന്നെ എന്തുകൊണ്ടായിരിക്കാം? അത് ഒരു നമുക്ക് പറയാൻ ഒരുപാട് അതിൽ പോകേണ്ടി വരും. കാരണം ഞാൻ കണ്ടിട്ടുള്ളപ്പോൾ ദേവി പല ഇഷ്യൂസിലും, സിനിമയായാലും ഇതര മേഖലകളിൽ നിന്നുള്ള ഇഷ്യൂസ് ആണെങ്കിലും വളരെ ബോൾഡായിട്ട് പ്രതികരിച്ച് ഞാൻ കാണാറുണ്ട്. പ്രതികരിക്കുന്നതിന്റെ പ്രശ്നമായിരുന്നു അതല്ലെങ്കിൽ നമ്മളൊരു നോ പറയുന്നത്. അതെ, അതേ സ്ഥലത്ത് നമ്മൾ നോ പറയാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ കുഴപ്പമില്ല. എനിക്കിപ്പോഴും ദേവി അജിത്ത് എന്ന് അറിയപ്പെടുന്നത് മേ ബി എൻ്റെ ഒരു പേഴ്സണാലിറ്റി കൊണ്ടായിരിക്കുമല്ലോ. എനിക്ക് ആർക്കും ആരെപ്പോലും ആവാൻ സാധിക്കില്ല. സോ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടൂല എന്ന് മനസ്സിലായപ്പോഴും പിന്നെ മോളൊരു 8th സ്റ്റാൻഡേർഡിലേക്ക് 7th ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ വേണ്ട, സ്കാർലറ്റ് മാത്രം നോക്കാം. പക്ഷെ ദാറ്റ് വാസ് ഞാൻ എടുത്ത വലിയൊരു തെറ്റായിപ്പോയി. കാര്യം ഞാൻ ഡിപ്രഷൻ്റെ അങ്ങ്
അഗാധമായ ഒരു അതാണോ സ്കാർലറ്റ് പഴയ സ്ഥലത്ത് നിന്ന് വൈൻഡപ്പ് ചെയ്യാനുണ്ടായ ഇല്ല, അതൊക്കെ ഈ ഇടയ്ക്കാണല്ലോ. ഞാൻ ഇടയ്ക്ക് സ്കാർലറ്റിൽ പോവാനോ നമ്മളൊരു ചെയ്തുകൊണ്ടിരുന്ന ഒന്നും ചെയ്യാണ്ടാവുക എന്ന് പറയുന്നത് അത് കൂടുതൽ മരുന്നിലേക്കും കൂടുതൽ മദ്യത്തിലേക്കും. അപ്പോൾ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും ജോലി, അമ്മ പ്രൊഫസറായിരുന്നു, അച്ഛൻ കോളേജിൽ പോവും, മോള് സ്കൂളിൽ പോവും, വീട്ടിൽ 2 ജോലിക്കാര്, ആര് നോക്കാൻ. ഈ കാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു വലിയൊരു വിഷയം തന്നെയാണ്. പിന്നെയും അല്ലേ, രണ്ടാമത്തെ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടാവുന്നതും കാറുമായി സംബന്ധിച്ച് തന്നെയാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാറുമായിട്ടുള്ള വിഷയമാണെങ്കിലും ചെയ്തത് ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് കുടിക്കും എന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പറയുന്ന ആൾക്ക് അന്ന് ഞാൻ കുടിച്ചിട്ടില്ല. അതാണ് ഏറ്റവും അതിന് ഇത്രയും വലിയൊരു സംഭവം കുഴപ്പമില്ല. അല്ല, ഒറ്റ രാത്രി കൊണ്ട് വളരെയധികം പ്രശസ്തിയായി, വൈറലായി. അത് ഇപ്പോഴും ആര് നോക്കിയാലും ആദ്യം പോകുന്നത് അതിലേക്കായിരിക്കും. അതെ അതെ. പക്ഷേ ഇപ്പൊ എന്തെല്ലാം. പിന്നെ രണ്ടാം വിവാഹം കഴിഞ്ഞു. രണ്ടാം വിവാഹ സമയത്താണ് ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ പോയി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിന് അമ്മ പറയുന്നത് നിന്റെ ജാതകത്തിൽ അപ്പോഴേ പണ്ടേ ഉണ്ട് വിവാഹ ജീവിതം കണ്ടിന്യൂ ചെയ്ത് പറ്റില്ല ഇല്ല എന്നുള്ളത്. അതൊക്കെ ഒരു അവരുടെ ബിലീഫ്. പക്ഷെ എനിക്കും അദ്ദേഹത്തിനും ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പരസ്പരം മ്യൂച്വൽ ആയിട്ട് തന്നെ അത് അതിനുശേഷമുള്ള ജേണി. മകൾ പിന്നെ പഠിക്കുവാനായി വിദേശത്തേക്ക് വിദേശത്ത് പോയി. ഞാൻ വീണ്ടും ഇറ്റലിയിൽ പഠിക്കാൻ പോയി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് MS അവിടെയാണ് ചെയ്തത്. സോ അപ്പോൾ കുറച്ചുകൂടെ ഞാൻ സജീവമായിട്ട്, ബിക്കോസ് മോളുടെ പഠിത്തത്തിന്റെ ഇതെല്ലാം നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ കുറച്ചുകൂടെ ഇതാണെന്നുകൊണ്ട് ഞാൻ സീരിയലും സിനിമയും എല്ലാം സജീവമായി നിന്നിരുന്ന സമയമായിരുന്നു. സീരിയലും അപ്പൊ തന്നെയാണ് കുറെ നല്ല സിനിമകളും ചെയ്തത്. മോളുടെ കല്യാണം വരെ ഞാൻ വളരെ സജീവമായിരുന്നു. എങ്ങനെ കാണുന്നു സിനിമയും സീരിയലും തമ്മിലുള്ള ഒരു ക്ലീഷേ ചോദ്യമായിട്ട് തോന്നാം, എന്നാലും ദ തിങ് ഈസ് സീരിയൽ നമ്മൾ ഒരേ സാധനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒന്നുമില്ല. പക്ഷേ ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് വരും. നമുക്കൊരു ഇതുണ്ട്. പക്ഷേ നമുക്ക് വേറൊന്നും ആ ക്യാരക്ടർ തന്നെയാണല്ലോ പോകുന്നത്, അത് ചെയ്യാനാ. സിനിമ എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് അതുകൊണ്ട് മാത്രം, അല്ലാതെ ടെക്നിക്കലിയോ അല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നോ ഒന്നുമല്ല. സിനിമയും സീരിയലും എല്ലാം ഒരുപോലെ തന്നെ. കാര്യം കുറച്ച് പഴയകാല ആക്ടേഴ്സിന്റെ കൂടെയും ക്രൂവിന്റെ കൂടെയൊക്കെ പ്രവർത്തിച്ചു. ഇപ്പൊ ന്യൂ ജെൻ ആൾക്കാരുടെ കൂടെയും പ്രവർത്തിക്കുന്നു. എങ്ങനെയാണ്? ഐ ഫീൽ ലൈക്ക് അങ്ങനെ വ്യത്യാസമില്ല. ഒന്നാമത് ഞാൻ എല്ലാവരുടെ ഇടയിലും ഭയങ്കര സോഷ്യലൈസ് ചെയ്യും. ഞാൻ പെട്ടെന്ന് കയറി അങ്ങ് ഫ്രണ്ട്ലി ആവും. അതുപോലെ തന്നെ പണിയും കിട്ടും. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കാര്യം ഇത്രയും ഉള്ളിൽ ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒതുങ്ങുന്ന ഒരു നേച്ചർ ഉള്ളിലുണ്ടെങ്കിൽ പോലും പുറമേ ഒന്നും കാണില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആവും. അപ്പം നമ്മുടെ തലയിൽ കയറി നിറങ്ങാന്ന് പറയില്ലേ, ഇത് പല സ്ഥലത്തുനിന്നും കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇറ്റ്സ് ഓൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ്. അത് മാത്രമല്ല, ഇപ്പൊ പുതിയ ടെക്നോളജി ഇതൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് ഷൂട്ടും ഇതും എല്ലാം പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട്? വീട്ടിലെന്നും എത്തുന്ന രീതിക്കാണോ? ഇറ്റ്സ് നോട്ട് നത്തിങ് ലൈക്ക് ദാറ്റ്. നമ്മൾ അഭിനയിക്കണമെങ്കിൽ മരിച്ചഭിനയിച്ചേ പറ്റുള്ളൂ. രാത്രി അഭിനയിക്കണമെങ്കിൽ ചെയ്തേ പറ്റുള്ളൂ ചില സീൻസ് ഒക്കെ. ഐ ലവ് ഇറ്റ്. അതാണ് അവിടെ ഒരു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് അഭിനയിക്കാൻ. പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് മേ ബി ആൾക്കാർ ഒരു ട്രീറ്റ്മെന്റ് അവിടെ നിന്നിട്ടാണോ ചെയ്തത്? നിന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു. കാര്യം ഈ വെല്ലൂർ ഈ മരുന്ന് നിർത്തുക എന്നുള്ളതായിരുന്നു. ഇത് ഈ അഡിക്ഷൻ മാറാൻ അതെ, ഡോക്ടർ അന്തം വിട്ടുപോയി. 1.5 മാസം കൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ എന്റെ മോളടുത്ത് പറഞ്ഞു വിട്ടത് ഇല്ല, ഇത് റിലാപ്സ് വരും, അപ്പൊ ഇനിയും ചിലപ്പം കഴിക്കും, ഒളിച്ചു ചിലപ്പം കഴിക്കും. സോ അങ്ങനെ വന്നാലും ഒരു ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ബിക്കോസ് 27 വർഷം ഇല്ലില്ല ഞാനിപ്പം കഴിക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞ സീഷന്റെ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്. അതല്ലാതെ എനിക്ക് പറ്റുന്നുണ്ട്. അത് എൻ്റെ വിൽ പവർ മാത്രമാണ്. എന്തിനും അല്ലാതെ ആരെങ്കിലും ആ ഡോക്ടർ പറഞ്ഞെന്ന കാര്യങ്ങളും പിന്നെ ആർക്കെങ്കിലും വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. സ്വന്തം എനിക്ക്. കാര്യം എനിക്കിനി കുറേ ട്രാവൽ ചെയ്യണം. അതിന്റെ തുടക്കം ഇട്ട് കഴിഞ്ഞല്ലോ. നിരവധി യാത്രകൾ മുൻപും ചെയ്യാറുണ്ട്. അതെ. അപ്പം ഞാൻ ഇനി ഹിമാചലിലേക്ക് പോകാൻ എല്ലാം ബുക്ക് ചെയ്തു. അപ്പം എൻ്റെ ഓണം സെയിലിൻ്റെ റീലോഞ്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്കാലറ്റ് സ്റ്റുഡിയോയുടെ റീലോഞ്ച് കഴിഞ്ഞാൽ ഞാൻ ഹിമാചൽ, എനിക്ക് ഭയങ്കര ഇന്ത്യ മുഴുവനും എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെയാണ്. അപ്പോൾ അതിന് എനിക്ക് ആരോഗ്യം വേണം. അപ്പോൾ നമ്മളിതിലൊന്നും അടിമപ്പെടാൻ പാടില്ല. അതിൻ്റെ ഒറ്റ എനിക്ക് വേണ്ടി സെൽഫ് ലവ് വേണം നമുക്ക് ആദ്യം. എന്നാൽ മാത്രമേ നമുക്ക് പലതും വിടാൻ പറ്റുള്ളൂ.